അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇഹ്യാ ഉലുമുദ്ദീൻ നമ്മൾ അഖീദയുടെ ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 33-ാമത്തെ പേജിലാണ് നമ്മളുള്ളത്. അതിലെ 2-ാമത്തെ പാരഗ്രാഫ് വയുഅ്മിനു ബിൽ ബഅസി വൻ നുശൂർ, പുനർജന്മം കൊണ്ട് വിശ്വസിക്കുക. നമ്മൾ ഉഖ്റവിയ കാര്യത്തിൻ്റെ വികാരത്തിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഅസ് നുശൂർ കൊണ്ട് വിശ്വസിക്കുക. ബഅസ് നുശൂർ എന്നൊക്കെ പറഞ്ഞാൽ പുനർജന്മം, മരിച്ചതിന് ശേഷം വീണ്ടും ഖബറിൽ നിന്ന് ജീവനോടുകൂടി എണീക്കുന്നതാണ് രണ്ടും. വഅന്നഹു തആല, തീർച്ചയായും അല്ലാഹു തആല യുഹ്യിൽ ഇളാമ വഹിയ റമീം, എല്ലുകളെ ജീവിപ്പിക്കും. വഹിയ റമീമും, ആ എല്ലുകൾ നുരുമ്പിയതാണ്. ആ നിലക്ക് എല്ലുകളെല്ലാം നുരുമ്പിപ്പോയ ശേഷം ഈ എല്ലുകളെ അങ്ങനെ തന്നെ അള്ളാഹു ജീവിപ്പിക്കും. സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ, ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം എന്ന് ചോദിച്ച സംഭവം. കമാ അൻശഅഹ അവ്വല മറത്തിൻ, ആദ്യം അതിനെ ഉണ്ടാക്കിയതുപോലെ. ആദ്യം ഈ എല്ലിനെയൊക്കെ ഉണ്ടാക്കിയതാരാ? അള്ളാഹു തആല. അതേപോലെ അവിടെ ജീവിപ്പിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ രണ്ടാമത് ഇങ്ങനെ ഇത് ഉണ്ടാകുക എന്നൊരു സംശയം ഉണ്ടാവും ചിലർക്ക്. ഈ രണ്ടാമത് ഉണ്ടാകുക എന്ന് പറഞ്ഞാലല്ലേ എളുപ്പം? ആദ്യം ഉണ്ടായ കാര്യത്തിലല്ലേ അത്ഭുതം വേണ്ടിയേ? അപ്പോൾ ആദ്യം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാത്തടത്തുനിന്നാണ് നമ്മൾ ഉണ്ടാവുന്നത്. അതിനാർക്കും സംശയം, അത്ഭുതമൊന്നുമില്ല. രണ്ടാമത് ഉണ്ടാകാത്ത ഉള്ള ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ വളരെ സിമ്പിളായ ലോജിക്കാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ മാതിരി രണ്ടാമതും സൃഷ്ടിക്കും. വയറുദ്ദുർ റൂഹ വൽ ജസദി, ആ ശരീരത്തിലേക്ക് റൂഹിനെ തിരിച്ചു കൊടുക്കും. കമാ ഹുവ ഫി ദുനിയ ഖബലൽ മൗത്തി, മരണത്തിൻ്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് റൂഹുണ്ടായ പോലെ റൂഹിനെ തിരിച്ചു കൊടുക്കും. വയജഅലുഹു ശഖ്സൻ സവിയ്യൻ, അവനെ നേർക്കുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. അപ്പോൾ ശരിക്കുള്ള ജീവനും ആത്മാവും എല്ലാമുള്ള, ശരീരമുള്ള അവയവങ്ങളൊക്കെയുള്ള ഒരു ശരിക്കുള്ള മനുഷ്യനായി മാറ്റും. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നാം വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയുഅ്മിനു ബിൽ മീസാൻ, മീസാൻ കൊണ്ട് വിശ്വസിക്കണം. ത്രാസ്, തൂക്കണം ത്രാസ്. ദിൽ കഫത്തേനി വല്ലിസാൻ, ദിൽ കഫത്തേനി രണ്ട് താലങ്ങളുള്ള, വല്ലിസാനി സൂചിയുമുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ത്രാസിനെ ചിന്തിക്കുക. നമ്മൾ രണ്ട് പാത്രം ഉണ്ടാവും, നേരെ നിൽക്കുന്ന ഒരു സൂചി ഉണ്ടാവും നടുവിൽ. ആ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ആകണ നോക്കിയിട്ടാണല്ലോ തൂക്കം കണക്കാക്കുന്നത്. നേരെ നിൽക്കുമ്പോഴാണ് ശരിക്കുള്ള തൂക്കാവുക. ആ കണക്കിനാണ് ഈ പറയുന്നത്. അതിപ്പം നമ്മളിപ്പോൾ ഇന്ന് ഡിജിറ്റൽ ത്രാസിൻ്റെയും അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള വിവിധ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള തൂക്കലിൻ്റെയൊക്കെ കാലത്താണ്. അങ്ങനത്തെ ഒക്കെ ഉള്ള തൂക്കമാവാം. ഓരോ കാലത്തും ആ കാലത്ത് മനസ്സിലാകുന്ന രീതിയിൽ സംവദിക്കുക എന്നേ ഉള്ളൂ അത്തരം കാര്യത്തിലൊക്കെ. അപ്പം ഒരു കാലത്ത് ത്രാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ഇത് പറയണതെന്ന് മനസ്സിലാക്കുക. വസിഫത്തുഹുമ, ഈ രണ്ട് ത്രാസിൻ്റെയും വിശേഷണം വലുപ്പത്തിൻ്റെ കാര്യത്തിൽ മിസ്ലു തിബാഖി സമാവാത്തി വൽ അർദ്, ആകാശഭൂമിൻ്റെ അത്ര വലിപ്പുണ്ടാവും ഓരോ തട്ടും. തൂസനു ഫിഹിമൽ അഅമാലു ബി ഖുദ്റത്തില്ല, അള്ളാഹിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അഅമാലൊക്കെ തൂക്കും. സാധാരണ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ അമൽ തൂക്കുക എന്നൊരു ചോദ്യമുണ്ട്. അമൽ എന്ന് പറഞ്ഞാൽ അതൊരു അമൂർത്തമായ സാധനമാണ്, ഒരു തടിയില്ലാത്ത സാധനമാണ്. അതെങ്ങനെ ഇപ്പോൾ തൂക്കുക വെച്ചാൽ ഒക്കെ ബി ഖുദ്റത്തില്ല, അവിടെ തൂക്കും. അതിൻ്റെ കോഡൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. എന്നാലോ നമുക്കിന്നത് വിശ്വസിക്കാൻ പ്രയാസമല്ല. എത്ര അമൂർത്തമായ സാധനങ്ങൾ നമ്മളിന്ന് അളക്കുന്നുണ്ട്. നമ്മൾ പലയാതി സാധനങ്ങളൊന്നും അളവ് നടത്തുന്നുണ്ടല്ലോ. കാണുന്ന സാധനങ്ങൾ മാത്രമല്ലല്ലോ ഇന്ന് അളക്കുന്നത്. അപ്പം അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമില്ല. വസ്സഞ്ച് യൗമേദിൻ, അന്നത്തെ കട്ടി. സഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്ല്, ഈ ത്രാസിൽ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടി ഉണ്ടാവില്ലേ, നമ്മളെ 1 കിലോൻ്റെ 500-ൻ്റെ 200-ൻ്റെ 100-ൻ്റെ 50-ൻ്റെ ഒക്കെ കല്ലുകൾ, അതാണ് സഞ്ച്. നമ്മുടെ ആ കാലത്തെ ത്രാസ് മനസ്സിലാക്കുന്ന കോലത്തിലാണ് ഈ പറയുന്നത്. അത് അന്ന് മസാഖിലു ദർരി വൽ ഖർദൽ, ഒരു ചെറിയ അണുവിൻ്റെ, ഒരു ചെറിയ കടുകുമണിയുടെയൊക്കെ വലിപ്പത്തിലുള്ള കല്ലുണ്ടാവും. കാരണം മയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വ മയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു എന്നല്ലേ. അപ്പോൾ എത്ര അണുവിൻ്റെ തൂക്കമുള്ള നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവിടെ തൂക്കപ്പെടും. അപ്പോൾ അത്രയും ചെറിയ കല്ലുകൾ വരെ ഉണ്ടാവും. ഇതൊക്കെ എന്താ വെച്ചാൽ കൃത്യമായ തൂക്കം നടക്കും എന്ന് പറയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോഴാണ് നീതിയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, പൂർത്തിയാവുക. ഹസനാത്തിൻ്റെ ഏടുകൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും ഒരു താലത്തിൽ ഒരു തട്ടിൽ എന്ത് ചെയ്യും, ഹസനാത്തിൻ്റെ എല്ലാ ഏടുകളും വെക്കും. അപ്പോൾ അതിൻ്റെ ദർജ അനുസരിച്ചുകൊണ്ട് അത് കനം തൂങ്ങും. സയ്യാത്തിൻ്റെ സഹായിഫെല്ലാം മറ്റൊരു തട്ടിൽ വെക്കും. അതനുസരിച്ച് മറ്റേ ഭാഗം കനം കുറയുകയും ചെയ്യും, ഹസനാത്തിൻ്റെ ഭാഗം. ഇതാണ് ആ ഖണ്ഡിക പറയുന്ന മൊത്തം കാര്യങ്ങൾ. മനസ്സിലാവല്ലോ. അതാണ് തുത്രഹു സഹാബു ഹസനാത്തി ഫി കഫത്തിൻ നൂർ ഫയസ്ഖു
ഫയസ്ഖലു ബിഹൽ മീസാൻ അലാ ഖദ്രി ദറജാതിഹ ഇൻദല്ലാഹ്. അതുപോലെ തന്നെ വതുത്രഹു സഹായഫു സയ്യിഅത്തിൻ്റെ ഭാഗം മറ്റൊരുത്തും വെക്കും. ഇങ്ങനെ അടുത്ത വിശ്വസിക്കേണ്ട കാര്യം നബി അന്ന സഅത ഹഖുൻ, ഖിയാമത്ത് നാളെ ഹക്കാണ് എന്ന് വിശ്വസിക്കണം. ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുപോലെ സിറാത്ത് ഹക്കാണ്, നരകത്തിൻ്റെ മുകളിൽ ഉള്ള പാലം സിറാത്ത് ഹക്കാണ്. എന്താ സിറാത്ത് എന്ന ജിസ്റും മംദൂദിൻ അലാമത്തിന് ജഹന്നം, നരകത്തിൻ്റെ മുകൾ ഭാഗത്ത് നീട്ടിവെക്കപ്പെട്ട ഒരു പാലമാണ് സിറാത്ത്. അഹദ് മിന സൈഫ്, അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അദഖു മിന ഷഅറ, മുടിയേക്കാൾ അത് വളരെ നേരിയതുമാണ്, മാർദ്ദവവുമാണ്. നസല അലൈ തസില്ലു അലൈഹി അഖ്ദാമുൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ കാലുകൾ അവിടുന്ന് വഴുതിപ്പോകും. ഫയുസാഖൂന ഇലന്നാർ, അവരെ നരകത്തിലേക്ക് തള്ളിയിടപ്പെടും. വതസ്ബുതു അലൈഹി അഖ്ദാമുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കാലുകൾ അവിടെ നിലനിൽക്കും. അവരെ സ്വർഗത്തിലേക്ക്, ദാറുൽ ഖറാറിലേക്ക്, ശാശ്വത ഭവനത്തിലേക്ക് അവരെ കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. അതുപോലെ യുഅ്മിനു ബിൽ ഹൗദിൽ മൗറൂദി, ആളുകളെല്ലാം ചൊല്ലുന്ന ഹൗദിനെക്കുറിച്ച് വിശ്വസിക്കണം. അത് നമുക്ക് നിർബന്ധമാണ്. അഥവാ ഹൗദ് നബിയ്യിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഒരു ഹൗദുണ്ട്. യശ്റബു മിൻഹുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് കുടിക്കും. ഖബല ദുഖൂൽ ജന്ന വ ബഅദ ജവാദി സിറാത്തി, സ്വർഗത്ത് കടക്കുന്നതിൻ്റെ മുമ്പും കുടിക്കും, സിറാത്ത് പാലം കടന്നതിൻ്റെ ശേഷവും കുടിക്കും. അതായത് 2 ഹൗദുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഹൗദിനെ കുറിച്ചൊക്കെ അങ്ങനെ പഠിക്കണം. ഒന്ന് മഹ്ശറയിലെ ഹൗദുണ്ട്. എല്ലാവരും ഇങ്ങനെ വെയിലത്ത് പ്രയാസപ്പെട്ട് ഓരോ അമ്പിയാക്കന്മാരെടുത്ത് പോയിട്ട് ഒടുവിന് അല്ലാഹു റസൂലിൻ്റെ അടുത്തെത്തുമ്പോൾ അങ്ങനെ ഷഫാഅത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും വെള്ളം കുടിക്കാൻ പോകും. അത് ഹൗദിലേക്കാണ്. പിന്നെ സാധാരണ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ഒരു ഹൗദുണ്ട്. അങ്ങനെ 2 ഹൗദുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മൻ ശരിബ മിന്നു ഷർബത്തൻ, ഒരു കുടി ഒരു മുറുക്കെന്ന് കുടിച്ചു കഴിഞ്ഞാൽ ലം യദ്മ ബഅദഹ അബദ, പിന്നെ ദാഹിക്കൂല. അതാണ് ഹൗദുൽ കൗസറിൻ്റെ പ്രത്യേകത. ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ മതി, പിന്നെ ദാഹം എന്ന് പറഞ്ഞ സംഗതി തന്നെ അവസാനിച്ചു. പിന്നെ ഇത് കുടിക്കണത് രസത്തിനാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നത് വെറും ദാഹത്തിന് മാത്രമല്ല, ചിലപ്പോൾ രസത്തിന് വേണ്ടി കുടിക്കും. നല്ല ജ്യൂസൊക്കെ കിട്ടിയാൽ ഒരാവശ്യമെങ്കിലും കുടിക്കും. അത് രസത്തിന് വേണ്ടി കുടിക്കണതാണ്. എന്ന പോലെ ഹൗദുൽ കൗസർ ദാഹത്തിന് വേണ്ടി കുടിക്കണമല്ല. ആദ്യത്തെ കുടിയിൽ ദാഹം ഫുൾ മാറി, പിന്നെ ദാഹമല്ലോ ജീവിതത്തിൽ. പിന്നെ അർളുഹു, അതിൻ്റെ വീതി. ഹൗദ് പറയുമ്പോൾ ഒരു തടാകമായിരിക്കുമല്ലോ, അതിൻ്റെ വീതി എത്ര ഉണ്ട്? മസീറത്ത് ഷഹരിൻ, ഒരു മാസത്തെ വഴി ദൂരമുണ്ട്. ഒരു തലക്കെന്ന് മറ്റേ തലക്കൊക്കെ എത്തണമെങ്കിൽ 1 മാസം സഞ്ചരിക്കണം. അത് പാലിനേക്കാൾ വെളുപ്പുള്ളതാണ്. അഹ്ലാമിനൽ അസൽ, തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അതിൻ്റെ ചുറ്റും അബാരിയക്കും കുറേ കിണ്ടികളുണ്ട്. കിണ്ടികൾ എന്നൊക്കെ പാത്രം, ഇത് കോരിയെടുക്കാനുള്ള സാധനങ്ങൾ എന്നർത്ഥം. അതതുഹ അതതിന് ജോമിസമ, ആകാശത്തെ നക്ഷത്രങ്ങളുടെ അത്രയും എണ്ണമുള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ എണ്ണമറ്റ പാത്രങ്ങൾ ആർക്കും തിരക്കൂട്ടാതെ വാങ്ങാമെന്നർത്ഥം. ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് ഒരാളിങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ ക്യൂ നിന്ന് പിന്നെ ടോക്കൺ നിന്നിട്ട് ഇങ്ങനെ കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കും വന്ന് കണ്ടോ, ആകാശത്തിലെ പാത്രങ്ങളുടെ, ആകാശങ്ങളുടെ നക്ഷത്രങ്ങളുടെ എണ്ണം അത്രയും പാത്രങ്ങളുണ്ട്. ഏത് സമയത്തും ഒരു തിരക്കുമില്ലാതെ ആർക്കും വന്നിട്ട് വെള്ളം എടുക്കാൻ കഴിയുന്നർത്ഥം. പിന്നെ ഫിഹി മീസാബാനി മിനൽ കൗസർ, കൗസറിൽ നിന്നുള്ള 2 പാത്തികളുണ്ടാവും. അതിൽ കൗസർ, സ്വർഗത്തിലെ കൗസർ, ആ കൗസറിൽ നിന്ന് ഒരു വെള്ളം വരാനുള്ളൊരു പാത്തി ഉണ്ടാവും ഈ മഹ്ശറയിലെ ഹൗദിലേക്ക് എന്നർത്ഥം. സാങ്കല്പികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയണം. ഈ വെള്ളം ഇങ്ങോട്ടെത്തുന്ന കോല അങ്ങനെയൊക്കെയാണ് എന്നർത്ഥം. പിന്നെ അടുത്തത് ഹിസാബ് കൊണ്ട് വിശ്വസിക്കണം. വൈമിനുബിൽ ഹിസാബി, ചോദ്യം ചോദിക്കലുണ്ട്. വതഫാവുത്തുൽ ഖൽഖ് ഫിഹി, സൃഷ്ടികളിൽ വ്യത്യസ്തരാണ്. എല്ലാവരും ഒരേ മാതിരിയല്ല ഹിസാബിൻ്റെ കാര്യത്തിൽ. എന്താണ് വൈമിനുബിൽ ഹിസാബി വതഫാവുത്തുൽ ഖൽഖ് ഫിഹി, സൃഷ്ടികളുടെ വ്യത്യാസം. സൃഷ്ടികൾ അതിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടും സൃഷ്ടികൾ? അത് ഇലാ മുനാഖഷൻ ഫിൽ ഹിസാബ്, ഹിസാബിൽ ശക്തമായി ഹിസാബ് ചെയ്യപ്പെടുന്ന ആൾക്കാർ. വൈലാ മുസാമഹിൻ ഫിഹി, അതിൽ മാപ്പ് ചെയ്യപ്പെടുന്ന ആളുകൾ. വൈലാമ യദ്ഖുൽ ജന്നത്ത് ബിഗൈരി ഹിസാബിൻ, ഹിസാബില്ലാതെ സ്വർഗത്ത് കയറുന്ന ആൾക്കാർ, അഥവാ മുഖറബീങ്ങളായ ആൾക്കാർ. പലയാതി ആൾക്കാരും ഉണ്ടാവും ഹിസാബിൻ്റെ കാര്യത്തിൽ. ചിലവർക്ക് ഹിസാബ് തന്നെ ഉണ്ടാവില്ല, ഒരു നേരെ സ്വർഗത്ത് കടപോവും. ചിലവർക്ക് ഹിസാബില്ലാതെ നേരെ നരകത്തുക്കും പോകും. 2 തരം ആൾക്കാരുണ്ടാവും. എന്നാൽ ചിലവരോടോ ചെറിയ നിലക്കുള്ള ചോദ്യം ഉണ്ടാവും, ഒക്കെ മുസാമഹത്ത് ചെയ്യും. അതാ മുസാമഹം ഫിഹി, ചോദ്യം ചോദിക്കുന്നു, ഒക്കെ അവന് മാപ്പ് ചെയ്ത് കൊടുക്കുന്നു, അവനെ വിടുന്നു. എന്നാൽ വേറെ ചിലവരോടോ ശക്തമായ ചോദ്യത്തിന് വിധേയമാവും, ശക്തമായ ചോദ്യം ചെയ്യലിന് വിധേയമാവും. ഇങ്ങനെയൊക്കെയുള്ള പല നിലക്കുള്ള ആളുകളുണ്ടാവും. അമ്പിയാക്കളോട് പോലും ചോദിക്കുന്നു, അവയസ് മനുഷ്യാമിൽ അമ്പിയ തബ്ലീഗ് റിസാലത്ത് എത്തിച്ചു കൊടുത്തോ എന്ന്. അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാകുന്ന റിസാലത്ത് ജനങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുത്തോ എന്ന ചോദ്യം അമ്പിയാക്കളോട് പോലും ഉണ്ടാവും.
കുഫാറിനോട് ചോദിക്കും, മമൻ ഷാമിൻ കുഫാരിയാൻ തക്രീബ് മുർസലീങ്ങൾ എന്തിനു നിങ്ങൾ കളവാക്കിയെന്ന് ചോദിക്കും. മുബത്തദിയങ്ങളോട് ചോദിക്കും, വയസ്സുൽ മുബത്തദിയത്താൻ സുന്നത്തി സുന്നത്തിനെ പറ്റി ചോദിക്കും. അവർ സുന്നത്തിനെ നിഷേധിച്ചവരായിരിക്കും മുബത്തദിയങ്ങൾ. മുസ്ലിമീങ്ങളോട് ആമാലിനെ പറ്റി ചോദിക്കും. അങ്ങനെ ചോദിക്കേണ്ടവരോടൊക്കെ പലതും ചോദിക്കും. അതുപോലെ മറ്റൊന്ന് വിശ്വസിക്കണം, വയുഅ്മിനു ബി ഇഖ്റാജിൽ മുഅ്മിനീന അൽ മുവഹ്ഹിദീന മിനന്നാർ. ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു നരകത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് വിശ്വസിക്കണം. അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യങ്ങളാണ്. ബഅദൽ ഇന്തിഖാം ശിക്ഷിച്ച ശേഷം, അതായത് മുഅ്മിനീങ്ങളായ ആളുകൾ എല്ലാവരും ആത്യന്തികമായി സ്വർഗത്തിലുണ്ടാവുക. പക്ഷെ നരകത്തിൽ കിടക്കും, കുറേ കാലം നരകത്തിലുണ്ടാവും, എല്ലാ ശിക്ഷയും പൂർത്തിയാക്കും. അവസാനം എന്ത് ചെയ്യും? തൗഹീദ് വിശ്വസിച്ച ആളുകളെല്ലാം അള്ളാഹു തആല സ്വർഗത്തിലെത്തിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മുവഹിദ് പോലും, ഒരു ഏകദൈവ വിശ്വാസി പോലും നരകത്തിൽ ആത്യന്തികമായിട്ട് അവസാനം ഉണ്ടാവില്ല എന്നർത്ഥം. അതുപോലെ യുഅ്മിനു ബി ഷഫാഅത്തിൽ അംബിയായി, അംബിയാക്കളെ ഷഫാഅത്തിൽ വിശ്വസിക്കണം. എല്ലാ അംബിയാക്കളും ഷഫാഅത്ത് ചെയ്യും. സുമ്മൽ ഉലമായി സുമ്മ ശുഹദായി സുമ്മ സായിരിൽ മുഅ്മിനീൻ. ഉലമാക്കൾ, ശുഹദാക്കൾ, മറ്റ് മുഅ്മിനീങ്ങളൊക്കെ ഷഫാഅത്ത് ചെയ്യും. കുല്ലുൻ ഹലാ ഹസ്ബി ജാഹിഹി വ മൻസിലതിഹി മിനല്ലാഹി തആല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഓരോരുത്തരുടെയും സ്ഥാനത്തിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് അംബിയാക്കളെപ്പോലെ ഉലമാ ചെയ്യൂല, അതേപോലെ മറ്റ് മുഅ്മിനീങ്ങൾ ചെയ്യൂല, ഒറ്റയ്ക്ക് വ്യത്യസ്തം ഉണ്ടാവും. ഓരോരുത്തർക്കും അള്ളാഹിൻ്റെ അടുക്കലുള്ള സ്ഥാനം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചൊക്കെ ഷഫാഅത്ത് ചെയ്യും. അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഒരാൾ എന്തുകൊണ്ടാണ് സ്വാലിഹ്യങ്ങളെ കൂടെ കൂടണമെന്നൊക്കെ പറയാൻ കാരണം അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം അള്ളാഹിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള ഒരാൾ, വലിയ സ്ഥാനമുള്ള ഒരാൾ, ആളൊപ്പമാണ് നമ്മൾ ജീവിച്ചത്, അയാളെ കൂടെ നമ്മൾ കൂടി, അയാൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തു, അയാളെ ഷഫാഅത്തുണ്ടാവും. പഠിച്ചോനെ എൻ്റെ വയത്തിൽ നടന്ന ആളാണ്, ഓനീജ് അങ്ങോട്ട് കയറ്റിയെന്ന് പറയും. ഇതൊരു ഷഫാഅത്താണ്. അപ്പോൾ ഇത്തരം ഷഫാഅത്തിനെ നാം പ്രതീക്ഷിക്കണം. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വാലിഹ്യങ്ങളുടെ കൂടെ കൂടുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതൊക്കെയാണ്. അല്ലാതെ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ കഴിച്ചില്ലാകുക, അതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. പിന്നെ അങ്ങനെ വമൻ ബഖിയ മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന് പിന്നെ ബാക്കിയാവലുണ്ടാവും നരകത്തിൽ. ആരും ഷഫാഅത്ത് ചെയ്യാനൊന്നുമില്ല, എല്ലാവരുടെ ഷഫാഅത്തും കഴിഞ്ഞ് ഒരാളെ ഷഫാഅത്തും കിട്ടിയില്ല. അങ്ങനെ ഉണ്ടാവും കുറേ മുഅ്മിനീങ്ങൾ നരകത്തിൽ. അവരെ അവസാനം അഖ്റജ ബി ഫളില്ലാഹി തആല, അള്ളാഹിൻ്റെ ഫضل കൊണ്ട് അവൻ നരകത്തിൽ നിന്ന് പുറത്താക്കും. ഒരു മുഅ്മിനും നരകത്തിൽ ശാശ്വതമായി കിടക്കൂല എന്നർത്ഥം. ഖൽബിൽ ഒരു മിസ്കാലു ദർറത്ത്, ഒരു അണുമണി തൂക്കം ഈമാനുള്ളവനൊക്കെ നരകത്തിൽ നിന്ന് പുറത്ത് കിടക്കും എന്നർത്ഥം. ഇതൊരു ആത്യന്തികമായൊരു സംഗതിയാണ് കേട്ടോ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതാണ് ഈ മൻഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് നമ്മുടെ ഹദീസ് കേൾക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്ത് കിടക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഒരാൾ ആത്യന്തികമായ സ്വർഗ്ഗത്തിലാണ്. എന്നർത്ഥം നരകത്തിൽ തീരെ കിടക്കൂല എന്നല്ല, നരകത്തിൽ കിടന്ന് ശിക്ഷാ കാലാവധിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാലും സ്വർഗ്ഗത്തിലേക്ക് എത്തും എന്നർത്ഥം. അതുപോലെ യഅ്തഖിദ ഫളല സ്വഹാബത്തി, സ്വഹാബത്തിൻ്റെ ഫളൽ വിശ്വസിക്കണം. സ്വഹാബത്ത് ഏറ്റവും ഉന്നതരാണ് ഈ ഉമ്മത്തിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായവർ സ്വഹാബികളാണ് എന്ന് വിശ്വസിക്കണം. അവരെ തർത്തീബും വിശ്വസിക്കണം. തർത്തീബ് എങ്ങനെ? ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ആൾ അബൂബക്കറിന്, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ, സുമ്മ അലി റളിയല്ലാഹു അൻഹു. ഈ തർത്തീബിലാണ് അവരുടെ ഫളീലത്തുള്ളത് എന്ന് തന്നെ വിശ്വസിക്കണം. അങ്ങനെ പിന്നെ അശ്റത്തുൽ മുബശ്ശരീങ്ങളായ ആൾക്കാർ, പിന്നെ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവർ, ഇങ്ങനെ ഒരു തർത്തീബുണ്ട് ഇതിന്. ഈ ക്രമമായിട്ട് തന്നെ എന്ത് ചെയ്യണം? അമ്പിയാക്കളെ സ്വഹാബാക്കളെ കാര്യത്തിൽ നാം വിശ്വസിച്ചിരിക്കണം. വ യുഹ്സിന ളന്ന ബി ജമീഇ സ്വഹാബ, മുഴുവൻ സ്വഹാബത്തിനെക്കുറിച്ചും നല്ല ധാരണ ഉണ്ടായിരിക്കണം. വയുസ്നി അലൈഹിം, അവരെ സ്തുതിച്ച് പറയണം, അവരെപ്പറ്റി നല്ലത് പറയണം. സ്വഹാബികളെക്കുറിച്ച് മോശമായ ധാരണ അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സ്വഹാബികളെക്കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാവൂ എന്നത്, അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. കമാ അസ്നല്ലാഹു തആല വ റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിം, അല്ലാഹുവും അവൻ്റെ റസൂലും സ്വഹാബികളെ നല്ലതാണ് പറഞ്ഞത്. അതേപോലെ നമ്മളും സ്വഹാബികളെ നന്മ മാത്രമേ പറയാവൂ. സ്വഹാബികളെ കുറ്റപ്പെടുത്താൻ പാടില്ല, സ്വഹാബികളെക്കുറിച്ച് മോശപ്പെട്ട ധാരണ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഹദീസുകൾ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുല്ലു ദാലിക മിമ്മാ വറദത് ബിഹിൽ അഖ്ബാർ വ ഷഹദത് ബിഹിൽ ആസാർ. അപ്പോൾ ഫമൻ ഇഅ്തഖദ ജമീഅ ദാലിക മൂഖിനൻ ബിഹി, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഅ്തിഖാദിൻ്റെ പാഠം തുടങ്ങിയത് മുതൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ഒരാൾ വിശ്വസിച്ചാൽ കാന മിൻ അഹ്ലിൽ ഹഖ് വ ഇസാബത്തി സുന്ന, അവൻ അഹ്ലുൽ ഹഖിൽപ്പെട്ടവനായി, അവൻ സുന്നത്തിൻ്റെ ആളായി മാറി, അവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തായി. മനസ്സിലാക്കുക, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുന്നയാളാവുക. അവൻ വഫാറഖ അഹ്ലുൽ ളലാലത്തി വൽ ബിദ്അ, അവൻ ബിദ്അത്തിൻ്റെയും ളലാലത്തിൻ്റെയും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. ഫനസ്അലുല്ലാഹ കമാലുൽ യഖീൻ വ സബാത്ത് അലദ്ദീൻ, അള്ളാഹുവിനോട് നമ്മൾ കമാലുൽ യഖീനിനെയും സബാത്തിനെയും ചോദിക്കുന്നു.
ലന വലിക്കാഫത്തിൽ മുസ്ലിമീൻ ഇന്നഹു അർഹമർ റഹീമീൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞതാണ്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുക എന്നതാണ് സുന്നത്ത് ജമാഅത്ത് അഹ്ലു സുന്നയുടെ ആളാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അടുത്ത പാഠം നോക്കുക. ഫസ്ലുൻ ഫി വജിഹി തദ്രീജ് ഇലൽ ഇർഷാദ്. നന്മയിലേക്ക്, നല്ല വഴിയിലേക്ക് ഒരാളെ ഘട്ടം ഘട്ടമായി കൊണ്ടുവരേണ്ട രീതി. നമ്മളിപ്പോൾ വിശ്വാസ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പോൾ ചെറിയ കുട്ടികളെ ഈ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെ അവിടെ നിന്നാണല്ലോ കാര്യങ്ങൾ പഠിപ്പിച്ചു വരിക. എങ്ങനെയാണ് ഒരാളെ ഘട്ടം ഘട്ടമായി ഇത്തരം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക? വാലം നീ മനസ്സിലാക്കുക. അന്ന സുബയ്യ ഫി അവ്വലി നഷ്അതിഹി, കുട്ടിയുടെ ആദ്യ വളർച്ചയുടെ ഘട്ടത്തിൽ മുസ്തഅദ്ദുൽ ഹഖ് സ്വീകരിക്കാൻ തയ്യാറായ ആളായിരിക്കും. ഒരു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞെടുത്താൽ വേഗം മനസ്സിലാവുക. കുട്ടികളുടെ പ്രത്യേകത അതാണ്. നുണ പറഞ്ഞെടുത്താൽ അതും മനസ്സിലാവും. അങ്ങനത്തെ ഒത്തും നുണ പറഞ്ഞ് പഠിപ്പിച്ചരുത്, സത്യം പറഞ്ഞ് പഠിപ്പിക്കുക. അവർ ഒരു ബുർഹാനും ആവശ്യം ഉണ്ടാവില്ല. മിനുകൈരി ബുർഹാനും ബി ഫിത്രത്ത്, അള്ളാഹിൻ്റെ ഫിത്രത്ത് അങ്ങനെ ഒരു തെളിവും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ വലിയൊരാളോട് അള്ള ഒരുവനാണ് പറഞ്ഞാൽ എന്താ തെളിവ് എന്ന് ചോദിച്ചു. ഖബറിൽ ചോദ്യം ഉണ്ട് പറയുമ്പോൾ എന്താ തെളിവ് ചോദിച്ചു. ഇങ്ങനത്തെ തെളിവ് വേണ്ടി വരുവന്. നേരെ പക്ഷേ ചെറിയ കുട്ടിയോടോ ഒരു തെളിവ് മറക്കണ്ട, നേരെ കാര്യം മറന്നിട്ടാൽ മതിയാവും. അതാണ് ആ പ്രായത്തിൻ്റെ പ്രത്യേകത. അത്തരം പ്രായത്തിൽ ഇത്തരം സ്വഭാവങ്ങൾ കൃത്യമായി ഈ വിശ്വാസങ്ങളും സ്വഭാവങ്ങളുമൊക്കെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇത് നേരാക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പം ഫൽ യുൽഖി ഇലൈഹി തർജുമത്തുൽ അഖീദ, ഇസ്ലാമിക അഖീദയെ ആ സമയത്ത് അവന് പറഞ്ഞു കൊടുക്കണം. അവനത് പഠിച്ചോട്ടെ. അങ്ങനെ ഘട്ടം ഘട്ടമായി അല്പാൽപമായി ഫലായസാരി യഫ്ഹമു ബഅദ ദാലിക ഷൈഅൻ ഫശൈഅൻ, ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ശേഷം അങ്ങനെ മനസ്സിലാക്കി പോരാ. ഇങ്ങനെ വരുമ്പം അവയത്രഷഹ ഫീ ബാത്തിനിഹി, അതവൻ്റെ മനസ്സിലിങ്ങനെ ഉറച്ചു നിൽക്കുക. അപ്പം പിന്നെ ഫലാ യഹ്താജു ഇലാ അൻ യുസ്ബിത ദാലിക ബിൽ ബറാഹിൻ, തെളിവ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്നും സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യം വരില്ല. അത് കുട്ടിയാകുമ്പം തന്നെ കൃത്യമായിട്ട് ഈ ബോധങ്ങളൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉണ്ടാക്കി കൊടുക്കുക. അതിനൊക്കെ തെളിവെന്താ വെച്ച് പിൽക്കാലത്ത് വരില്ല. തെളിവില്ലാഞ്ഞിട്ടല്ല ഈ പറയണത്. എല്ലാ കാര്യവും ഒരാൾക്ക് ഇങ്ങനെ ഫുള്ള് തെളിവോന്ന് കൊടുത്ത് അതിനുള്ള മനുഷ്യന് ഒഴിവുണ്ടാവുള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞാൽ രൂഢമൂലമായിരിക്കണം. അത് ഈ നിലക്ക് കുട്ടികളെ ശീലിപ്പിക്കണം. പിന്നെ ഒരു ബുദ്ധിമാനിയായ ആളാകുമ്പോൾ പിന്നെ തെളിവ് ചോദിച്ചിറക്കൂല. ആവശ്യത്തിൻ്റെ കതിർ മാത്രമേ തെളിവ് ചോദിക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇഷ്കാലും സംശയമൊക്കെ പിൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ ആ സംശയം ഇങ്ങനെ തീർത്തു കൊടുത്താൽ മതി, വിഷയം കഴിഞ്ഞ്. അതല്ലെങ്കിൽ വലിയ പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഘട്ടം ഘട്ടമായ കുട്ടികളെ ഇങ്ങനെ ഈ തലത്തിലേക്ക് അവരെ കൊണ്ടുവരണം. പിന്നെ അമ്മൽ ഖൗലു ഫി ഇൽമുൽ കലാം, ഇൽമുൽ കലാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞത്, ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ഇൽമുൽ അഖീദയാണ്. അഖീദൻ്റെ ഇൽമിൽ എല്ലാവരും പാടെ വന്ന് കയറൽ അലാ സബീലിൽ ഇബ്തിദായി, തുടങ്ങുക എന്നുള്ള നിലക്ക്. അതായത് പിന്നെ ഒരു കുട്ടിയാകുമ്പം തന്നെ എന്ത് ചെയ്യുക, അഖീദൻ്റെ ഇൽമ അങ്ങോട്ട് തുടങ്ങിയിട്ട് തലക്കുന്ന മുതൽ അഖീദൻ്റെ തെളിവ് സഹിതം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ, അതായാലും വലിയ അപകടത്തിലാവും. അതേതുപോലെയാവുന്ന ചക്ക ഇൽഖായി റജുലി നഫ്സഹു ഫിൽ ബഹരി ലിയസ്ബഹ ഫഇന്നഹു റബ്ബമാ ലാ യസ്ലം, കടലിലേക്ക് നീന്താൻ വേണ്ടിയിട്ട് ചാടണ മാതിരിയാവും. വെറുതെ പോയി കടലിൽ ചാടുകയാണ്, പിന്നെ നീന്താറിന്നൊക്കെ പറഞ്ഞിട്ട് ആട് ജീവൻ പോവുക തന്നെ. ഈ അവസ്ഥയാണ് വിശ്വാസകാര്യങ്ങളിലേക്ക് ബോധമില്ലാതെ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ കരുതിയിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. വല്ലാതെ അത്തരം കാര്യത്തിലേക്ക് കൂടുതൽ വിവരവും ബോധ്യവും ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും വലിയ ആഴിയിലേക്ക് എടുത്തു ചാടുന്ന അവസ്ഥയാണ് വരിക. അതുകൊണ്ട് കരക്കത്ത് നിന്നാൽ മതിയാവും. വെള്ളം കിട്ടേണ്ട ആവശ്യത്തിന് കടലിൻ്റെ കരക്കത്ത് നിന്നാൽ മതി, അവന് വെള്ളം കിട്ടും. ആ ഒരു രീതിയിലായിരിക്കണം വിശ്വാസകാര്യങ്ങളോട് സമീപിക്കേണ്ടത്. കൂടുതൽ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനൊക്കെ കഴിയുന്ന ആളാണെങ്കിൽ ഓക്കെ, നേരമില്ല, പഠിച്ചാൽ കഴിയില്ല, അങ്ങനത്തെ ഒരാൾ ആ കാര്യത്തിൽ നിൽക്കരുത്. ഞാൻ മെമ്പർ കഴിഞ്ഞ പക്ഷേ ജനങ്ങളിൽ എന്ത് വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ വേണം. യഖൂമ ബിഹീദ മസത്തിൽ ഹാജിത്തിലെ ആവശ്യം വന്നാൽ ഇതൊക്കെ പറഞ്ഞെടുക്കാൻ പറ്റിയ തൻ്റെ ഇടമുള്ള ആൾക്കാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വേണം. ഫി ദഫ്ഇൽ മുബ്തദി ഔ ഇസാലത്തി ശുബ്ഹത്തി, ഒരു മുബ്തദിയെ പ്രതിരോധിക്കാൻ, അവൻ്റെ ശുബ്ഹാത്തുകൾ, അവനുണ്ടാക്കി വെക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാൻ, പ്രതിരോധിക്കാൻ, അതിനൊക്കെ കഴിയുന്ന ആൾക്കാർ സമൂഹത്തിൽ വേണം. അത് ഫർദ് കിഫയാണ്. ആരും ഇതൊന്നും അറിയാത്തവരാകാൻ പറ്റില്ല. എല്ലാവരും ഇതൊക്കെ അറിയണവരാണെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള ആളുകൾ വേണം. എല്ലാവരും പാടെ അതിനും വേണ്ടി നിൽക്കുകയും ചെയ്യരുത്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി. ഒരു ഫസലും കൂടി, ഫസലും മാനുൽ ഇസ്ലാമി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വഹുവൽ ഇദ്ആനു വത്തസ്ലീം, അംഗീകരിക്കുക, കീഴ്പ്പെടുക എന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖബൂലുൽ ഖൽബ്, ഖൽബ് സ്വീകരിക്കലാണ്. നമ്മൾ സാധാരണ ഈമാൻ ഇസ്ലാം എന്ന് പറയും, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക, അംഗീകരിക്കുക, അനുസരിക്കുക എന്നൊക്കെയാണ് അർത്ഥം.
എന്നാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈമാൻ വിശ്വാസകാര്യങ്ങളാണ്. ഈമാൻ കയ്യും കാലും ഒന്നും വേണ്ടതിന് ഖൽബ് മാത്രം മതി. ഒക്കെ വിശ്വസിക്കലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, കീഴ്പ്പെടുക എന്നർത്ഥം. അതാണ് ഇപ്പോൾ നമ്മൾ ഇസ്ലാം കാര്യം പറയുമ്പോൾ നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെയാണല്ലോ പറയുക. അതൊക്കെ കർമ്മങ്ങളാണ്. അപ്പോൾ ഇസ്ലാം കർമ്മമാണ്, ഈമാൻ വിശ്വാസമാണ് എന്നർത്ഥം. നമുക്ക് ഒരർത്ഥത്തിൽ അങ്ങനെ പറയാം. എന്നാൽ മുഅ്മിൻ മുസ്ലിം എന്ന് പറയുന്നിടത്ത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. നമ്മൾ ആരെ പറ്റിയാണോ മുഅ്മിൻ എന്ന് പറയുന്നത് അവർ തന്നെയാണ് മുസ്ലിം. ആരെ പറ്റിയാണോ മുസ്ലിം എന്ന് പറയുന്നത് അവർ തന്നെയാണ് മുഅ്മിൻ. അല്ലാതെ ഒരാൾക്ക് വിശ്വാസം മാത്രമുണ്ട്, ഒരു അമലുമില്ല, ഷഹാദത്ത് കലിമ പോലും ഉച്ചരിച്ചിട്ടില്ല, അങ്ങനത്തെ ആൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് മുഅ്മിനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓ മുസ്ലിം അല്ലാത്തതുകൊണ്ട് മുഅ്മിനും അല്ല എന്ന് പറയും, മുഅ്മിൻ അല്ലാത്തതുകൊണ്ട് മുസ്ലിം അല്ല എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് പേരുകൾ യഥാർത്ഥത്തിൽ ഒരേ പോയിന്റിലാണ് ഉപയോഗിക്കുക. അല്ലാതെ മുസ്ലിം അല്ലാത്തവർ മുഅ്മിനും മുഅ്മിനല്ലാത്തൊരു മുസ്ലിമും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് പറയാനുള്ള കാര്യം. വല്ലാഹു തആല ദക്കറഹുമാ ഫിൽ ഖുർആനി മറത്തൻ, ഖുർആനിൽ ഇത് രണ്ടും അല്ലാഹു തആല ഒറ്റത്തവണ പറയുന്നുണ്ട് ഒരേ ഉദ്ദേശത്തിന്. ഇവിടെ ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ ഉണ്ടല്ലേ. പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാടിനെ നശിപ്പിച്ചപ്പം അതിനെക്കുറിച്ച് പറയാണ്. ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളെയൊക്കെ ആ നാട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കി. എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ടാണ് പിന്നെ കീഴ്മേൽ മറിച്ചിരുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിനെ. ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ, ഇങ്ങോട്ട് പറയാം അല്ലാഹു തആല മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വീട് പോലും നമ്മളവിടെ പിന്നെ കണ്ടില്ല. മുഅ്മിനീങ്ങളൊക്കെ നമ്മളവിടുന്ന് ഒഴിവാക്കി, മുസ്ലിമീങ്ങൾ ഒരു പെര പോലും അവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. എല്ലാ മുഅ്മിനീങ്ങളോടും പോരാൻ പറഞ്ഞു, ഒരൊറ്റ മുഅ്മിനിൻ്റെ പെര പിന്നീട് ബാക്കിയായില്ല എന്നർത്ഥം. ഈ ഉദ്ദേശത്തിന് വേണ്ടി ആയത്ത് പറഞ്ഞപ്പം മുഅ്മിൻ മുസ്ലിം എന്ന രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു, രണ്ടും ഒരേ ഉദ്ദേശത്തിന്. അപ്പം മുഅ്മിൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, രണ്ടല്ല. പിന്നെ എന്നാൽ രണ്ട് മാനാക്ക് അല്ലാഹു തആല അതും പറയുന്നുണ്ട്. ദക്കറഹുമാ മറത്തൻ ബിമാനയനി, രണ്ടർത്ഥത്തിനും ഒരു സ്ഥലത്ത് അല്ലാഹു തആല ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഷാർത്ഥമാണ്. അതാണ് ഫീ ഖൗലിഹി ഖാലത്തിൽ അഅറാബു ആമന്ന വലാ ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു വസ്ലംന. അഅറാബികൾ പറഞ്ഞു ഞങ്ങളൊക്കെ വിശ്വസിച്ചു, മുഅ്മിനീങ്ങളായി. നബിയെ തങ്ങൾ പറയണം, നബിയെ തങ്ങൾ പറയണം, ലം തുഅ്മിനു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വലാകിൻ ഖൂലു വസ്ലംന നമ്മൾ കീഴ്പ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. മുനാഫിഖീങ്ങൾ ഞങ്ങൾ വലിയ വിശ്വാസമുള്ള ആൾക്കാരാണ്, എന്ത് ഒരിക്കലും വിശ്വാസമില്ല. അവർ സ്വഹാബത്തിൻ്റെയും നബിതങ്ങളുടെയും കൂടെ മുഅ്മിനീങ്ങളായിട്ട് അഭിനയിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ബാഹ്യമായ ചേഷ്ടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. പിന്നെ ഒന്ന് ഞങ്ങളും വലിയ മുഅ്മിനീങ്ങളാണ് അറിയും, എന്ത് മുഅ്മിനീ, നിങ്ങൾ മുഅ്മിനീങ്ങളൊന്നുമല്ല, നിങ്ങൾ മുസ്ലിമീങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞാൽ മതി. അത് ഈ ഭാഷാർത്ഥമാണ്. യഥാർത്ഥത്തിൽ അവരെ ഇസ്ലാം കൊണ്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിൽ വിശ്വാസമില്ലാതെ പോലും ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ജീവിച്ചു. അത് ഭാഷാപരമായിട്ട് മുസ്ലിം എന്ന് പറയാൻ പറ്റും, പക്ഷേ അതുകൊണ്ട് ആത്യന്തികമായിട്ട് കാര്യമല്ല. അപ്പം പ്രയോജനപ്പെടുന്ന അർത്ഥത്തിൽ ഉഖ്റവിയായ ലോകത്ത് നമ്മൾ മുഅ്മിൻ മുസ്ലിം എന്ന് പറയുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. മുഅ്മിനൊക്കെ മുസ്ലിമാണ്, മുസ്ലിമൊക്കെ മുഅ്മിനാണ്. ഭാഷാപരമായിട്ട് എന്തുണ്ടാവും? വ്യത്യാസങ്ങളുണ്ടാവും. വിശ്വാസമുള്ളവൻ, കർമ്മം മാത്രമുള്ളവൻ എന്ന അർത്ഥം, അതൊരു ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അതാൻതും വലം തൻസരിഹ് ബിഹി സുദൂറക്കും എന്നർത്ഥം. നിങ്ങൾ നേരെ കീഴ്പ്പെട്ടിട്ടേ ഉള്ളൂ, നിങ്ങളെ മനസ്സ് നിങ്ങൾ കീഴ്പ്പെട്ടിട്ടില്ല, തടി കൊണ്ട് നിങ്ങൾ കീഴ്പ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. വലാകിൻ ഖൂലു വസ്ലംന എൻ്റെ അർത്ഥം പറയണം. അപ്പോൾ ഇങ്ങനെ ഈമാൻ ഇസ്ലാം എന്ന് പറയുന്നത് രണ്ട് അർത്ഥങ്ങൾ അതിനുണ്ട്. പക്ഷേ താത്വികമായിട്ട് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്ന പോയിൻ്റ് രണ്ടും ഒന്നായിരിക്കും. മുഅ്മിനല്ലാത്ത മുസ്ലിമോ മുസ്ലിമല്ലാത്ത മുഅ്മിനോ ഉണ്ടാവുന്നില്ല. എന്നാൽ ഭാഷാപരമായിട്ട് രണ്ട് പദങ്ങളാണ്. രണ്ട് പദങ്ങൾക്ക് രണ്ട് അർത്ഥങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ അർത്ഥം ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, പോയിൻറ്റുകളും ഉണ്ടാവും. ഇതാണ് ആ വിഷയത്തിൻ്റെ ആകത്തുക എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 35-ാം പേജിൽ. അപ്പോൾ ഈ ഭാഗം അഖീദൻ്റെ ഭാഗവും ഇവിടെ അവസാനിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാടെടുക്കാനുള്ളത് തിലാവത്തുൽ ഖുർആൻ്റെ പാടായിരിക്കും. കുറച്ച് പേജുകൾ മറിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.